1970 കാലഘട്ടം. വിവരസാങ്കേതികവിദ്യയുടെ ചടുലമായ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രത്യക്ഷമായി തുടങ്ങിയ നാളുകൾ. വിദ്യാഭ്യാസത്തിനും ഒരു മാറ്റം അനിവാര്യമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇതു മനസ്സിലാക്കിയ പ്രബുദ്ധരായ ഒരു കൂട്ടം ആളുകൾ തങ്ങളുടെ മക്കളുടെ ക്രിയാത്മകമായ വളർച്ചയ്ക്കും ആംഗലേയ ഭാഷാ പരിജ്ഞാനത്തിനും ആധുനിക വിവരസാങ്കേതികവിദ്യകളുടെ അടിസ്ഥാനത്തിൽ ഒരു നവീന വിദ്യാഭ്യാസ സ്ഥാപനം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനു വേണ്ടിയുള്ള നിരന്തര പരിശ്രമം ആരംഭിച്ചു. തൽഫലമായി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മേലധ്യക്ഷനായിരുന്ന ആചാര്യവര്യൻ അഭിവന്യ മാർ ഗ്രിഗോറിയൂസ് മെത്രാപ്പോലീത്തയുടെ അനുഗ്രഹാശിസുകളാൽ ഈ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. ഭാരതത്തിന്റെ ദക്ഷിണഭാഗത്ത് സഹ്യന്റെ മടിത്തട്ടിൽ നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ തെക്കേയറ്റത്ത് അനന്തപത്മനാഭന്റെ പുണ്യഭൂമിയായി തിരുവനന്തപുരം നഗരിയുടെ വൃഷ്ടിപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രാവുവച്ച അമ്പലം എന്ന ഈ മനോഹരമായ ഗ്രാമത്തിൽ വിദ്യയുടെ ഈ അമ്പലവും സാക്ഷാത്കരിക്കപ്പെട്ടു. 1972 വിമലാഭവൻ എന്ന പേരിൽ ശ്രീ പി കരുണാകരൻ എന്ന സ്വകാര്യ വ്യക്തിയുടെ ഭവനത്തിലെ ഒരു മുറിയിൽ 2 ആംഗ്ലോ ഇന്ത്യൻ അധ്യാപികമാരുടെ സഹായത്താൽ ഒരു നഴ്സറിയായി ആരംഭിച്ച ഈ സ്ഥാപനം സൗകര്യാർത്ഥമുള്ള പല മാറ്റിനടലുകൾക്ക് ശേഷം 1975 ഈ പുണ്യഭൂമിയിൽ മാർ ഗ്രിഗോറിയൂസ് ഇംഗ്ലീഷ് മീഡിയം കോൺവെന്റ് സ്കൂൾ എന്ന നാമകരണത്തോടുകൂടി ഈ നാടിനു വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടു. പിച്ചവെച്ച് തുടങ്ങിയ ഈ വിദ്യാലയത്തെ നേർവഴിക്ക് നയിക്കാൻ നിയോഗിതരായ വന്ധ്യ തോമസ് നെരിയാറ്റിലച്ഛനും പ്രിയ ഏഞ്ചലോ DM സിസ്റ്ററും ശ്ലാഘനീയമായ തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഈ ഉത്തരവാദിത്തം അതിന്റെ പൂർണ്ണതയിൽ നിർവഹിച്ചു. തുടർന്ന് വന്ന വന്ധ്യവൈദികരുടെയും മേരി മക്കൾ സന്യാസിനി സമൂഹത്തിലെ സന്യാസിനിമാരുടെയും സ്തുത്യർഹവും കർമ്മനിരതവുമായ പ്രവർത്തനം മൂലം കൈവരിച്ച ഈ ഔന്നത്യം സാധ്യമായി. ഒരു നൂറ്റാണ്ട് മറ്റൊരു നൂറ്റാണ്ടിന് വഴി തുറന്ന മഹാജൂബിലി വർഷമായ 2000 ആണ്ടിലെ ഒരു സായം സന്ധ്യയിൽ വന്ധ്യ എബ്രഹാം പാപ്പാടിലച്ചന്റെ നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളിന്റെ രജത ജൂബിലി വർണ്ണാഭമായി ആഘോഷിക്കപ്പെട്ടു. അറിവിന്റെ ഈ ഭവനം തന്റെ പൂർണ്ണത കൈവരിച്ചുകൊണ്ട് സംസ്ഥാന പാഠ്യപദ്ധതി പിന്തുടരുന്ന അൺഎയ്ഡഡ് സ്കൂളുകൾക്കുള്ള അംഗീകാരം 2015 മെയ് 14 കേരള സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും കരസ്ഥമാക്കി. വിദ്യാഭ്യാസ നഭോമണ്ഡലത്തിൽ സാധ്യതകളുടെ പുത്തൻ വാതായനങ്ങൾ വിദ്യാർത്ഥികൾക്ക് മുൻപിൽ തുറന്നിട്ടുകൊണ്ട് ഞങ്ങളുടെ ജൈത്രയാത്ര തുടരുന്നു.